തിരുമേനി, ഇന്ന് കർക്കിടകത്തിലെ ആദ്യ വെള്ളിയാഴ്ച അല്ലേ? പൊങ്കാല ഇടുന്നുണ്ട്. തീർത്ഥം വേണമായിരുന്നു. അതിനെന്താ, പാത്രം കൊടുത്തു വിട്ടുള്ളൂ. പൊങ്കാല തീർത്ഥത്തിൽ തന്നെ ആയിക്കോട്ടെ, അതാ ഉത്തമം. ശരി തിരുമേനി. എന്റെ തൃക്കണ്ണൂർ ഭദ്രകാളി, ഇന്ന് കർക്കിടകത്തിലെ ആദ്യ വെള്ളിയാ. എന്റെ കുടുംബത്തിനും എന്റെ ബാലമാമയുടെ കൂട്ടുകാരന്റെ കുടുംബത്തിനും വേണ്ടി ഇന്ന് ഞാൻ പൊങ്കാല ഇടുക. ഒരു തടസ്സമില്ലാതെ പൊങ്കാല പൂർത്തിയാക്കി തന്ന് എന്റെ പൊങ്കാല സ്വീകരിച്ച് അനുഗ്രഹിക്കണേ ഭഗവതി. അതത് ആ കല്ലെടുത്ത് വിളിച്ചു. എന്നിട്ട് ആ കല്ലിപ്പുറത്തേക്ക് വെക്ക്. പടിഞ്ഞോട്ട് വെക്കുന്നേ. എന്റെ പൊന്ന് പായപ്പാടാ, നീ നടങ്ങ്. ഉപകാരം ചെയ്തതിൽ ഉപദ്രവിക്കല്ലേ. ഓരോന്ന് പറഞ്ഞു മെനക്കെടുത്തു. അച്ചുട്ടി, നമുക്ക് തീർത്ഥം മേടിച്ചോട്ട് വരാം. നിങ്ങളൊന്ന് അടങ്ങ് രമേശേട്ടാ. വേണ്ട രീതി ചെയ്യാൻ ഗോവിന്ദമ്മാമയ്ക്ക് അറിയാം. ഇന്നത്തെ കാലത്ത് ഒരാൾക്കൊരു ഉപകാരം ചെയ്യുന്നു പറയുന്ന ഇതാ. വിട്ടേക്ക് വിട്ടേക്ക്. ചെല്ല് ചെല്ല്, ഇവിടെ ഞാൻ നോക്കിക്കോളാം. നമ്മൾ വിചാരിക്കുന്നത്ര എളുപ്പമല്ല കാര്യങ്ങൾ. ആർക്കും നമ്മുടെ മേൽ സംശയങ്ങളൊന്നുമില്ലെങ്കിലും ചുറ്റുപാടും കണ്ണുകളുണ്ട്. എന്തെങ്കിലും ഒരു നീക്കം നടത്തി പരാജയപ്പെട്ടാൽ പിന്നെ ഈ മണ്ണിൽ നിൽക്കാൻ പോലും പറ്റില്ല. പൊങ്കാലയെ വിഷം ചേർക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പം സാധിക്കുന്ന കാര്യമല്ല അമ്മാവ. ഇനിയിപ്പൊ ചാരു പൊങ്കാല ഇട്ടാലും സ്വാഭാവികമായും നേദിക്കാനായി അത് അമ്പലത്തിനകത്തേക്ക് കൊണ്ടുപോകും. ഇതിനിടയിൽ വിഷം ചേർക്കാൻ ഒരു ചാൻസ് അതെത്ര ആലോചിച്ചിട്ടും അങ്ങോട്ട് കിട്ടുന്നില്ല. എന്റെ അച്ഛൻ വീരഭദ്രൻ തൂങ്ങി നിന്ന ആൽമരമാണിത്. അച്ഛന്റെ ആത്മാവ് ഈ പരിസരത്തൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും ഒരു വഴി അച്ഛന്റെ ആത്മാവായിട്ട് തന്നെ കാട്ടിത്തരും. ഒരുപാട് പ്രതീക്ഷയിലാണ് മുത്തശ്ശി. അത് തെറ്റാൻ പാടില്ല. ഇന്ന് ചാരുവിന്റെ വിഷപ്പൊങ്കാല കഴിച്ച് ഇവിടെ ആളുകൾ മരിച്ചു വീഴണം. ഈ അമ്പലമുറ്റത്ത് ബാലൻ മാഷിന് ആയുസ് നീട്ടിക്കിട്ടിയാൽ അപമാന ഭാരത്താൽ അയാൾ ഇതേ ആൽമരത്തിൽ തൂങ്ങി മരിക്കണം. അതെ, ആ വിളക്കൊരൽപ്പം പടിഞ്ഞാറോട്ട് നീക്കി വെച്ചാൽ നന്നായനെ. വേണമെന്നില്ല, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അതങ്ങനെ തന്നെ ഇരിക്കുന്ന നല്ലത് അല്ലേ അച്ചുട്ടി? ഗോവിന്ദ, എല്ലാം ഒരുക്കി വെച്ചോ? അതുകൊണ്ടല്ലേ അമ്മാവൻ ഞാനിവിടെ തന്നെ നിന്നത്. ഞാനെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പ്രായം എത്ര ആയെങ്കിലും അറിവ് ലേശം കുറവാ. ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്ന സ്ഥലമാ, എന്നെ കൊണ്ടൊന്ന് പറയിക്കല്ലേ. എന്നാ പിന്നെ പൊങ്കാല ഇട്ട് തുടങ്ങിയാലോ ബാലമാമേ? അല്ല, പരമേശ്വരനും കിരണൊക്കെ എവിടെ? ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് ബാല. എന്തു പറ്റി? അതെ, ഇന്ന് ചാരു പൊങ്കാല ഇടുന്നത് ആയിരപ്പറ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, പരമേശ്വരന്റെ കുടുംബത്തിന് കൂടിയാ. അപ്പൊ പിന്നെ നിങ്ങളും ഇവിടെ ഉണ്ടാവണല്ലോ. അമ്മാവന്റെ റെപ്രസെന്റേറ്റീവായി അമ്മായിയും എനിക്ക് വേണ്ടി അഞ്ജന ഇവിടെ ഉണ്ടല്ലോ. ഈ പൊങ്കാല എന്ന് പറയുന്നത് സ്ത്രീകളുടെ സബ്ജക്റ്റ് അല്ലേ? അതാ ഞങ്ങളൊന്ന് മാറി നിന്ന്. എന്നാലും നമുക്ക് എല്ലാവർക്കും വേണ്ടി പൊങ്കാല ഇടുമ്പോ എല്ലാവരും കൂടെ ഉണ്ടാവുന്നത് തന്നെയാവും ദേവിക്ക് ഇഷ്ടം. കൊച്ചു വർത്താനം പറഞ്ഞു നിന്ന് സമയം കളയണോ? അമ്പലം അടയ്ക്കുന്നതിന് മുന്നേ പൊങ്കാലയിട്ട് നേദിക്കാൻ കൊടുക്കണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി പൊങ്കാല ഇടാനുള്ള തീർത്ഥം വാങ്ങിക്കൊണ്ടുവരാം. ബാലമാമേ, ഞാൻ പോയിട്ട് വരാമേ. ഒന്ന് നിന്നേ മോളെ. ഇവിടെ പൊങ്കാലയിടാനെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ തുടങ്ങിയ ഒരാഗ്രഹമായിരുന്നു. പക്ഷേ അത് പറയാമോന്നൊരു വടിയിൽ നിൽക്കുകയായിരുന്നു ഞാൻ. നീ എന്തിനാ പരമേശ്വരൻ അങ്ങനെ വളച്ചു കെട്ടുന്നത്? എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് പറ. അതായത് ഇപ്പോഴും ബാലൻ പറഞ്ഞല്ലോ, എന്റെയും നിന്റെയും കുടുംബത്തിനു വേണ്ടിയാണ് പൊങ്കാല ഇടുന്നതെന്ന്. അതെയല്ലോ, അതുകൊണ്ടല്ലേ ഞാനും ചാരുമോളും കൂടി
ഇന്നലെ ദ്രൗപദി അമ്മയും നിന്നെ നേരിൽ കണ്ട് വിവരം പറഞ്ഞത്. ആയിരപ്പറ കുടുംബത്തിന് വേണ്ടി ചാരു പൊങ്കാലയിടുന്നുണ്ട്. അപ്പോ എന്റെ കുടുംബത്തിന് വേണ്ടി എന്റെ ഭാഗത്തു നിന്നും ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ ബാല? എന്താ വേണ്ടെന്ന് വെച്ചാൽ അങ്കിള് പറഞ്ഞോളൂ, അതുപോലെ തന്നെ ചെയ്യാം. ഇപ്പൊ പൊങ്കാലക്കാലത്തിൽ ഒഴിക്കാനുള്ള തീർത്ഥം എടുക്കാൻ ആരെങ്കിലും ഒരാൾ പോണം. അങ്ങനെയാണെങ്കിൽ അത് എന്റെ മോൾ അഞ്ജനയായാലും എന്താണ് കുഴപ്പം? ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. എനിക്ക് തോന്നിയ ഒരു കാര്യം പറഞ്ഞേ ഉള്ളൂ. ബോളിയല്ലേ, പോയി തീർത്ഥം എടുത്തിട്ട് വാ. അങ്കിള് പറഞ്ഞതിലും കാര്യമുണ്ട്. അഞ്ജന പോയി തീർത്ഥം വാങ്ങിക്കൊണ്ട് വരട്ടെ, അല്ല ബാലമ്മേ? പൊങ്കാല ഇടുന്ന ആളല്ലാതെ മറ്റൊരാൾ അമ്പലത്തിനകത്ത് തീർത്ഥം വാങ്ങാനായി പോകുന്നുണ്ടെങ്കിൽ അതിനെ ശ്രേയമോൾ ഇവിടെ ഉണ്ട്.